ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി നല്ലോണം കഴുകി വെള്ളത്തിൽ കുതിർത്താനായിട്ട് വയ്ക്കാം. ഇത് നല്ലോണം കുതിർന്നതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ മതി ഇത് കുതിർന്ന് കിട്ടാനായിട്ട്. കുതിർന്നതിന് ശേഷം ഒരു മിക്സിയിലെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ പച്ചരി ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യം തന്നെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ പച്ചരി നല്ലോണം അരച്ചതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഉടച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക. 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ അരച്ച് വച്ചിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ആദ്യം പച്ചമുളക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരി അധികം ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു സവാള കനം കുറച്ച് ചെറുതാക്കി നുറുക്കിയത്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചേർത്താലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇത് ഓരോ സ്പൂൺ കൊണ്ട് ഇതേപോലെ കോരി, സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീയെ കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് ഇത് 2 ഭാഗം ഒരേപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തീയ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് മാറി വരും. അപ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ തീയ് കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബായ്.